മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം കൗതുകകരമായ നോവലാണ് മോബിൻ മോഹൻ്റെ ജക്കരന്ത. ഇതൊരു പ്രണയകഥയാണ്. ഒറ്റക്കഥയല്ല, പല കഥകൾ നിത്യമായ പ്രണയം മിത്തുകളോട് പരിവേഷം ചേർത്ത് ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നു. ജക്കരന്ത ഒരു പൂമരമാണ്. ജക്കരന്തയെ ചുറ്റിപ്പറ്റി അനേകം ഉപകഥകൾ ഈ നോവലിലുണ്ട്. മിക്കതും ഏതെങ്കിലും തരത്തിൽ പ്രണയവുമായി ചേർന്ന് നിൽക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ ജക്കരന്തയെ ചുറ്റിക്കടന്നു പോകുന്നു. ആ നിലയ്ക്ക് ഈ കൃതിയെ പാരിസ്ഥിതിക പ്രണയ നോവലെന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ പ്രണയം മാത്രമല്ല, ചരിത്രവും ഈ നോവലിൽ കടന്നു വരുന്നു. മതവും ആത്മീയതയുമുണ്ട്. സങ്കരങ്ങൾ ഈ നോവലിന് ഫ്യൂഷൻ്റെ സ്വഭാവം നൽകുന്നു. ചൈനയിലെ വൻമതിൽ എന്ന കഥ ഫ്രാൻസ് കാഫ്ക എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചൈനയിൽ പോയിട്ടില്ല. താൻ ഒരിക്കലും കാലുകുത്തിയിട്ടില്ലാത്ത ചില ഭൂപ്രദേശങ്ങൾ യാഥാർത്ഥ്യമെന്ന് തോന്നുമാറ് ഭാവനാത്മകമായി ഒ.വി. വിജയൻ തൻ്റെ കൃതികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പാറകൾ എന്ന കഥയിലെ ഭൂപ്രദേശം അത്തരം ഒന്നാണ്. ഒ.വി. വിജയൻ്റെ ശാരീരിക സ്ഥിതി വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ അലഞ്ഞു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നില്ല. എന്നാൽ ഭാവന കൊണ്ട് പല ദേശങ്ങളെ ചെന്നു തൊടുകയും അവയെ വിസ്മയകരമായ ചാരുതയോടെ അവതരിപ്പിക്കുകയും ചെയ്തു. വിജയൻ്റേത് കോസ്മിക് വിഷനായിരുന്നു.